നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു 1.5-2 മാസത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ കുറേ ദിവസമായി. ഒന്നാമത്തെ കാര്യം ഭയങ്കര മടിയായിരുന്നു. രണ്ടാമത്തെ കാര്യം പുതിയ അക്കോമഡേഷനിലോട്ട് മാറിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ആകാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ സമയക്കുറവ്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനെ കണ്ട പോലെ മാർക്ക് എന്ന മൂവിയെക്കുറിച്ചിട്ടാണ്. മാർക്ക് എന്ന മൂവിയെക്കുറിച്ചിട്ടല്ല, അതാണ് മാർക്ക് എന്ന മൂവിയാണ്. പക്ഷെ അതിനകത്തുള്ളൊരു ഒരാളെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു നിങ്ങളൊക്കെ പറഞ്ഞ ലോലഹൃദയനാണ്. ലോലഹൃദയം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അടി പിടി വെട്ട് കുത്ത് അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിലെ തന്നെ അങ്ങനെയായിരുന്നു. കാരണം ഞാൻ പണ്ട് കൊച്ചിലെ നമുക്ക് ടി വി ഇല്ലല്ലോ അന്നൊന്നും. അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ പോയിട്ടായിരുന്നു ടി വിയൊക്കെ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ അടിയൊക്കെ കാണുമ്പോൾ ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിക്കും ചേട്ടനും അങ്ങനെ സിനിമ കാണണം. അപ്പം അച്ഛൻ വിടത്തില്ല. അപ്പം അച്ഛൻ പറയും ഞാനുണ്ടെങ്കിൽ മാത്രമേ വിടത്തുള്ളൂ. അപ്പം ചേച്ചി ചേട്ടൻ എന്നെ സോപ്പിട്ടുകൊണ്ട് സിനിമ കാണാനൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബ്ലഡൊക്കെ ഉണ്ടായാലും എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഞാൻ പോയിട്ട് ഞാൻ മാർക്ക് കണ്ട് ആ സീനൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ണുപൊത്തിയിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പോയി കണ്ടു സിനിമ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ് അടിപൊളി, അതുപോലെ സൗണ്ട്, BGM, അതിലുള്ള കാസ്റ്റിങ്, വില്ലനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അടിപൊളിയാണ്. എല്ലാവരും പറഞ്ഞു കഥയില്ലെന്ന് ആരാ പറഞ്ഞു? അതിൽ കഥയുണ്ട്. ഇപ്പോൾ അവർ ഓൾറെഡി ഇത് ചെയ്തിട്ടാണ് വന്നത്. ഇത് ഫുള്ളും വയലൻസ് ആണ്. അപ്പം കഥ കുറച്ച് കുറഞ്ഞു വന്നു. കഥയുണ്ട്, അതിന് കഥയോട് ചേർന്നുള്ള സംഭവമാണ്. അതിപ്പോൾ കഥയായിട്ട് പോയി കാണാൻ പറ്റത്തില്ലല്ലോ. വയലൻസ് എന്ന് പറഞ്ഞിട്ടല്ല എല്ലാവരും പോയി കണ്ടു. അതിനെ പറ്റി അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ എനിക്ക് ഞാൻ പറയാനുള്ളൂ ഉണ്ണിമൂന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചറിയാം. ഉണ്ണിമൂന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദനൊരു വലിയൊരു ഫാനാണ് ഞാൻ പണ്ട് തൊട്ടേ. എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ടിനോട് ചോദിച്ചാൽ പറയും ഞങ്ങളൊക്കെ ഭയങ്കര ഉണ്ണിമുകുന്ദൻ്റെ ഫാനാണ്. സൗന്ദര്യത്തിലല്ല കേട്ടോ, സൗന്ദര്യത്തിലല്ല, അല്ലാതെ തന്നെ വളരെ വലിയ ഫാനാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറേ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയൊക്കെ കാണും. പക്ഷെ എൻ്റെ അല്ലാത്ത ഫ്രണ്ട്സുകൾക്കോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പം ഞാൻ പലരെയും വിളിച്ച് എൻ്റെ കൂടെ സിനിമ കാണാൻ വരാം. ഉണ്ണിമുകുന്ദൻ സിനിമ കണ്ട ആരും വന്നില്ല. ഞാനെന്ത് തന്നെ പോയിട്ട് തിയേറ്ററിൽ പോയി കണ്ടു മാളികപ്പുറം. ഇത്രയ്ക്ക് ഫാനായിരുന്നു. ഇപ്പം ഉണ്ണിമുകുന്ദന് ഇങ്ങനൊരു സിനിമ ചെയ്ത് ഒരു പ്രശസ്തി പാൻ ഇന്ത്യ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇംഗ്ലീഷുകാരൊക്കെ അതിൻ്റെ റിവ്യൂ എടുത്ത് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം നല്ല അഭിപ്രായം കാണുന്നു ഇംഗ്ലീഷുകാരൊക്കെ. പല രാജ്യത്തുള്ള ആൾക്കാർ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദിയിൽ മാത്രമല്ല, എല്ലായിടത്തും ഒരു സ്റ്റാർ ആകുന്ന വെച്ചാൽ ചിലരെ കാര്യമാണ്. അവൻ ഇത്രയും നാളും കിട്ടിയ അവഗണനയായിക്കോട്ടെ, എന്ത് തന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ, പിന്നെ സായി അവനെ ആരായാലും ശരി, അവനെക്കിட்ட എല്ലാം മാറ്റി വെച്ച ഒറ്റ സിനിമയും കൊണ്ട് സിനിമയുടെ പ്രശസ്തിയല്ല, അവൻ്റെ ആക്ടിങ്ങും എന്ത് അടിപൊളിയായിട്ട് അവൻ ആക്ട് ചെയ്തേക്കുന്നത്. ആക്ഷനായാലും സംസാരമായാലും സൗണ്ടായാലും എന്തിനായാലും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ട് ഇത്രയും പ്രശസ്തനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ എല്ലാവരും പറഞ്ഞിട്ട് പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറയുന്നത് സത്യമാണ്. അത്രയ്ക്ക് ഇതുപോലുള്ള ലുക്കുള്ളൊരു വേറൊരു നടനുണ്ടോ? നമുക്കിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എന്ന് വെച്ചാൽ മറ്റുള്ള നടന്മാരെ ഞാൻ താഴ്ത്തിക്കെടുത്ത് പറയുന്നതല്ല, ഈ സിനിമയ്ക്ക് കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയല്ലേ ഉണ്ണിമുകുന്ദൻ, അല്ലാതെ വേറെ ആരാ ഉള്ളത്? പൃഥ്വിരാജിന് പറ്റൂല, ആക്ട് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ആ ആക്ടിൻ്റെ ആ ബോഡി ഷേപ്പും കാര്യങ്ങളും ഉണ്ണിമുകുന്ദന് പറ്റും, ടോവിനോയ്ക്കോ ആർക്കും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ താഴ്ത്തിക്കെട്ട് പറയുന്നില്ല, അവരുടെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പുള്ളി ഇത്രയും കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ പല ആൾക്കാരും സിനിമ ഇങ്ങനെ അതുപോലെ പല നായകന്മാരുടെ സിനിമകളൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു അവഗണിക്കുന്ന തരം താഴ്ത്തുന്ന ഞാൻ ഇതുമായിട്ട് വേറൊരു നടന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പല ആൾക്കാരുടെ സിനിമകൾ പൊട്ടിപ്പോകുന്നുണ്ട് അല്ലേ. അവരൊന്നും ഇങ്ങനെ തരം താഴ്ത്തി കാണുന്ന ഒരു രീതിയൊന്നും ഞാൻ ഇതുവരായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ണിമുകുന്ദൻ അങ്ങനെ അല്ലായിരുന്നു. ഉണ്ണിമുകുന്ദൻ എന്തെടുത്താലും ആൾക്കാർ പുച്ഛിച്ച് തള്ളി അവനെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളൊരു സംസാരത്തിലായിരുന്നു. അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് അടിപൊളിയായിട്ട്. അല്ല, ഞാനിപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കും, പല ആൾക്കാരും വന്നു ഉണ്ണിമുകുന്ദൻ നല്ലതാണ്, ഉണ്ണിമുകുന്ദൻ
അടിപൊളിയാണ്, സൂപ്പർ സ്റ്റാറാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ആൾക്കാർ എന്തുകൊണ്ട് നേരത്തെ, ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ആയിരുന്നു നേരത്തെ ഉണ്ണിമുഖൻ തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ ചെയ്തപ്പോഴത്തേക്കിനും ഉണ്ണിമുഖനെ എല്ലാവരും പുകഴ്ത്തി ചെയ്തത് നല്ലത് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അത് വേറെ കാര്യം. ഇത്രയും നാൾ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഉണ്ണിമുഖനെ പൊക്കൊണ്ട് നടക്കുന്നത്. എന്തായാലും മാർക്ക് അടിപൊളിയായി വിജയിച്ചിലിപ്പം കണ്ട് ഞാൻ കുറേ ദിവസം ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മാർക്ക് ഇപ്പം എനിക്ക് ഞാൻ നോക്കുമ്പോൾ 125 കോടിയോ 115 കോടിയോ സംതിങ് അങ്ങനെ കണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷം. അതുപോലെ ഞാനിങ്ങനെ എപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ റിവ്യൂ കാണും, ഹിന്ദിക്കാരെ ഇംഗ്ലീഷുകാരെ ഒക്കെ റിവ്യൂ ഇങ്ങനെ കാണും. അപ്പോൾ എത്ര ലാംഗ്വേജുകൾ അറിയാവുന്ന. അപ്പോൾ ഉണ്ണിമുഖന് ഉണ്ണിമുഖന് എല്ലാവിധ ആശംസകളും നേരുന്നു. മാർക്ക് വിജയത്തിൽ വളരെ സന്തോഷം. മാർക്കൊന്നുമല്ല, എല്ലാവരുടെ സിനിമകളും വിജയിക്കട്ടെ. ഉണ്ണിമുഖൻ സിനിമ ഇത്രയും വമ്പ ഹിറ്റായതിൽ വളരെ താങ്ക് യു, ദൈവത്തിനോട് നന്ദിയുണ്ട്. ഇത് സ്വീകരിച്ച എല്ലാ നാട്ടുകാരോടും ആൾക്കാരോടും നന്ദിയുണ്ട്. തമിഴ് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് കുറച്ച് റിവ്യൂ കുറവ്. എനിക്കറിയത്തില്ല അതെന്തോ പറ്റിയതാണ്, അതേ ഉള്ളൂ. അല്ല എന്നാലും കുഴപ്പമില്ല. എല്ലാവരും സ്വീകരിച്ച് പറയുന്നത്. അപ്പോൾ ഉണ്ണിമുഖനും പുതിയ സിനിമകളൊക്കെ അടിപൊളി വരട്ടെ, എല്ലാം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരും ആ മാർക്കാരെങ്കിലും കാണാത്തവരുണ്ട്, പോയി കാണാൻ. അടിപൊളി തിയേറ്ററിൽ. ഇപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം കാണണമെന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ സൗകര്യക്കുറവുകൊണ്ടാണ്. നാട്ടിൽ ഞാൻ വെക്കേഷൻ പോകുമ്പം അത് സിനിമ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണും. ഫാമിലിയായിട്ട് കാണാൻ പറ്റത്തില്ല എന്നാലും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.